സർ, മൈസൂരു ദസറ ബുക്കർ പ്രൈസ് ജേതാവായിട്ടുള്ള ഭാനു മുഷ്താഖ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ എന്താ പറയാ അനുകൂലിച്ചുകൊണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ട സാഹചര്യത്തിലേക്ക് എല്ലാ കാര്യങ്ങളും എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം ഒടുവിൽ മാപ്പ് പറയുകയാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, ഗാന്ധി കുടുംബത്തെ ആർക്കും ചോദ്യം ചെയ്യാനൊന്നും കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ജന്മനാ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ മരിക്കും, ഗാന്ധി കുടുംബമാണ് തൻ്റെ ദൈവം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നതിനൊക്കെ ഒരു അതിര് വേണ്ടേ സർ? ഇതെന്താന്ന് വെച്ചാൽ ഇത് നെഹ്റു വംശം എന്നാണ് പറയുന്നത്, നെഹ്റു ഡൈനാസ്റ്റി. പല രാജാക്കന്മാരും ഒക്കെ ഭരിച്ചു പോയില്ലേ, മുഗളന്മാരും ഒക്കെ വന്നു, ഔറംഗസേബോടുകൂടി മുഗൾ ഭരണം അവസാനിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നെഹ്റു വംശം വരുന്നത് അല്ലേ, മുസ്ലിം പ്രീണനം. അപ്പോൾ ഒരു മുഗൾ വംശത്തിൻ്റെ തുടർച്ച. ബാബറിൻ്റെ ശവകുടീരം ഉണ്ടല്ലോ, ഖബർ, കാബൂളിൽ. ആ ഖബറിൽ പോയിട്ട് ഈ തലമുറകൾ മുഴുവൻ നെഹ്റുവിൻ്റെ കാലം മുതൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി ഇവരൊക്കെ പോയി തലകുനിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇവരെല്ലാം കാബൂളിൽ ബാബറിൻ്റെ ഖബറിൽ പോയ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവരുടെ വേരുകൾ ഇസ്ലാമിലാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആളുകൾ ഉയർത്തുന്നുണ്ട്. ഇത്തരം കാരണങ്ങളുമുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ RSSനെയും RSSൻ്റെ നയങ്ങളെയൊക്കെ വിമർശിച്ച് നടക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് ഈ RSSനെ അനുകൂലിക്കുന്നത് പോലെ ഒരു സംഭവമാണ് വന്നത്. നിയമസഭയിൽ നമസ്തേ സദാവത്സലേ മാതൃഭൂമേ എന്ന് തുടങ്ങുന്ന RSSൻ്റെ ഗണഗീതം പാടി. ഗണഗീതത്തിൻ്റെ തുടക്കം പാടി ശിവകുമാർ. വേറൊരു MLA ശിവകുമാറിൻ്റെ കൂടെയുള്ള ആൾ ശിവകുമാറിനെ അനുകൂലിച്ച് രംഗത്തും വന്നു. ഇത് ഒരുപാട് MLAമാർ പിന്നെ ഇതിനെ വിമർശിച്ചു. അതുകൊണ്ട് ഇപ്പം മാപ്പ് പറയേണ്ടി വന്നു. അങ്ങനെ മാപ്പ് പറഞ്ഞപ്പോൾ ഇങ്ങനെ പിന്നെ ഹിന്ദു വിരുദ്ധമായൊരു നിലപാടിലേക്ക് ഇപ്പം ശിവകുമാർ പോയിരിക്കുകയാണ്. അത് ഗാന്ധി കുടുംബത്തിനെ ബോധ്യപ്പെടുത്തണമല്ലോ. അങ്ങനെയാണ് ഈ മൈസൂരുവിൽ മറ്റേ ഭാനു മുഷ്താഖിനെ കൊണ്ട് മൈസൂരിലെ ദസറ ഉദ്ഘാടനം ചെയ്യിക്കാനായിട്ട് തീരുമാനിച്ചു. അതിനെതിരെ ധാരാളം വിമർശനങ്ങൾ വന്നു. പക്ഷേ ഭാനു മുഷ്താഖ് തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റിയൊരു ചോദ്യം വന്നപ്പോൾ DK ശിവകുമാർ പറയുകയാണ്, ഈ ചാമുണ്ഡി ഹിൽസിൽ, മൈസൂരിൽ ചാമുണ്ഡി ഹിൽസിലെ ചാമുണ്ടേശ്വരി ക്ഷേത്രം അത് ഹിന്ദുക്കളുടെ മാത്രമൊന്നുമല്ല. അവിടെ ആർക്കും പ്രവേശിക്കാം, ആർക്കും പോകാം, ആർക്കും അവിടെ ആരാധന നടത്താം. ഞാൻ പള്ളികളിലും മോസ്കുകളിലും ജൈന ക്ഷേത്രങ്ങളിലും ഒക്കെ പോകാറുണ്ട്. എന്നെ ആരെങ്കിലും തടയുന്നുണ്ടോ? എന്നെ ആരും തടയുന്നില്ല. അതുപോലെ ചാമുണ്ടേശ്വര ക്ഷേത്രത്തിൽ ആരെങ്കിലും പോയാൽ, നമ്മൾ അന്യമതസ്ഥർ പോയാൽ തടയേണ്ടതില്ല. അയോധ്യ ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾ മാത്രമാണോ പോകുന്നത്, എല്ലാവരും പോകുന്നില്ലേ എന്ന് ചോദിച്ചു. ചാമുണ്ടേശ്വരി ക്ഷേത്രവും ചാമുണ്ഡി ഹിൽസ് ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ മൈസൂരുവിൽ. അപ്പോൾ ആ ക്ഷേത്രം തന്നെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രമൊക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ശബരിമലയുടെ കാര്യം പറയുന്നത് പോലെയല്ല. ശബരിമലയിലും എല്ലാവർക്കും പോകാമല്ലോ. അപ്പോൾ ഗുരുവായൂരും നമ്മളൊരു അജണ്ട കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞൊരു സ്ത്രീ അവിടെ വന്ന് അതെ കുളം അശുദ്ധമാക്കിയതൊക്കെ കണ്ടതാണ്. പിന്നെ പൂജ വേറെ നടത്തേണ്ടി വന്നു. ഇത്തരം അജണ്ടകളുടെയൊക്കെ കൂടെ ആണ് ഞാൻ എന്ന് DK ശിവകുമാർ ഇപ്പോൾ പലതവണ പറഞ്ഞുറപ്പിക്കേണ്ട ഗതികേടിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ RSSൻ്റെ ഗണഗീതം പാടിയതോടുകൂടി. അപ്പോൾ BJP ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വിജയേന്ദ്ര, BJPയുടെ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ധർമ്മസ്ഥല കഴിഞ്ഞിട്ടിപ്പോൾ ചാമുണ്ഡി മല എടുത്തിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇസ്ലാമിക അജണ്ട നടപ്പാക്കണം. ഹൈക്കമാൻഡിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശിവകുമാർ ഇത് പറഞ്ഞത്. പട്ടിയെപ്പോലെ കുരച്ചിരുന്ന താങ്കൾ ഇപ്പോൾ ഒരു തവളയായിട്ട് മാറിയിരിക്കുന്നു, വിജയേന്ദ്ര പറഞ്ഞു ശിവകുമാറിനോട്. ചാമുണ്ടേശ്വരിയെ കൈകാര്യം ചെയ്താൽ നിങ്ങൾ ഭസ്മമാവും, അത് ഓർമ്മ വേണം. പിന്നെ ഇതിനെതിരെ ഈ ചാമുണ്ടേശ്വരിയെ പറ്റി, ആ ക്ഷേത്രത്തിനെ പറ്റി ഇപ്പോൾ ശിവകുമാർ പറഞ്ഞതിനെതിരെ മൈസൂരിലെ ഈ വൊഡയാർ രാജകുടുംബാംഗം, മൈസൂർ രാജ കുടുംബാംഗം
യദുവീര കൃഷ്ണദത്ത ചാമരാജ ഒടയാർ അദ്ദേഹവും രംഗത്ത് വന്നിട്ടുണ്ട്, അപലപിച്ചു. ശിവകുമാറിനെ അപലപിച്ചു. 1000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ചാമുണ്ടേശ്വര ക്ഷേത്രം. അത് ശക്തിപീഠങ്ങളിൽ ഒന്നായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ചാമുണ്ടേശ്വര ക്ഷേത്രം അവിടെ ആർക്കും പ്രവേശിക്കാം, ഇസ്ലാമിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും പ്രവേശിക്കാം എന്ന് പറഞ്ഞ് പ്ലേറ്റ് മാറ്റാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ശിവകുമാർ നടത്തിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെ ഇങ്ങേര് മാപ്പും പറഞ്ഞിട്ടുണ്ട്. അതായത് നെഹ്റു വംശത്തിനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി കുടുംബം എൻ്റെ ദൈവമാണ്, ഞാൻ ഭക്തനാണ്, മാപ്പ് എന്ന് ശിവകുമാർ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്തെ കളിയാക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാനിത് ചെയ്തത്, ഏത് ഗണഗീതം പാടിയെന്നാണ് അങ്ങേര് പറയുന്നത്, അല്ലാതെ മുറിവേൽപ്പിക്കാനല്ല. ഞാൻ നെഹ്റു വംശത്തോടുള്ള കൂറ്, കോൺഗ്രസിനോടുള്ള കൂറ്, അവരോടുള്ള കൂറൊന്നും ചോദ്യം ചെയ്തതല്ല. ഗാന്ധി കുടുംബത്തിനോടും കോൺഗ്രസിനോടും കൂറുള്ള ആളാണ് ഞാൻ. ആർക്കും ഗാന്ധി കുടുംബത്തെ ചോദ്യം ചെയ്യാനാവില്ല. ഞാൻ ജന്മന കോൺഗ്രസ് ആണ്, മരിക്കും വരെയും കോൺഗ്രസ് ആയിരിക്കും. ഈ കുനികൽ MLA HD രംഗനാഥ്, ആ രംഗനാഥാണ് ഈ RSSന്റെ ഗണഗീതം പാടിയ 2ാമത്തെ കോൺഗ്രസ്സുകാരൻ ശിവകുമാറിന് ശേഷം. അങ്ങേരും പറഞ്ഞു ഇത് നല്ല മധുരതരമാണ്, ദേശാഭിമാന പൂരിതവുമാണ് ഈ നമസ്തേ സദാവത്സലെ. ശരിയാണത് ഭാരതമാതാവിനെ പറ്റി ഉള്ള പാട്ടാണ്. അപ്പോൾ ഭാരതമാതാവിനെ അല്ല പൂജിക്കേണ്ടത്, ഇറ്റലിയിലെ മാതാവിനെയാണ് എന്നുള്ളതാണ് ഇപ്പൊ DK ശിവകുമാറും കൂട്ടുകാരും ഒക്കെ ഇപ്പൊ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നത്. ഗതികേടാണ്, വല്ലാത്ത ഗതികേടാണ്. അപ്പോൾ BK ഹരിപ്രസാദ്, സതീഷ് ജാർക്കഹോളി, KN രാജണ്ണയ്ക്ക് ഈയിടെ പുറത്തു പോകേണ്ടി വന്നല്ലോ, ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് രാജിവെക്കേണ്ടി വന്നല്ലോ. കാരണം ആ വോട്ട് ചോരി പ്രസ്ഥാനം ഉണ്ടല്ലോ, അതിനെ KN രാജണ്ണ സഹകരണ മന്ത്രിയാ ചോദ്യം ചെയ്തിരുന്നു. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതല്ലേ, രാഹുൽ ഗാന്ധി എന്തിനാ ഇത് പറയുന്നത്, നമ്മളത് നേരത്തെ ശ്രദ്ധിക്കേണ്ടതല്ലേ, നമുക്കല്ലേ ജാഗ്രത വേണ്ടിയിരുന്നതെന്നൊക്കെ ചോദിച്ച ഉടനെ രാജിവെക്കേണ്ടി വന്നു. അതാണ് രാഹുൽ ഗാന്ധിയെ പറ്റിയോ സോണിയാഗാന്ധിയെ പറ്റിയോ ഒന്നും പറഞ്ഞുകൂടാ. അപ്പോൾ ഗാന്ധി കുടുംബത്തിൻ്റെ സംഭാവനകളുണ്ട്. ഞാൻ ഗവേഷണം നടത്തിയിട്ടുണ്ട്. 1980 രാഷ്ട്രീയത്തിൽ വന്നാണ്. പക്ഷേ 2007 മാത്രമാണ് ഞാൻ ബിരുദം നേടിയത്. 47ാമത്തെ വയസ്സിലാണ് ബിരുദം നേടിയത് DK ശിവകുമാർ. അതാണ് പറയുന്നത്. ഗാന്ധി കുടുംബത്തിൻ്റെ സംഭാവനകളുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട്. 100 കോൺഗ്രസ് ഭവൻ നമ്മൾ സ്ഥാപിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലെയും കോൺഗ്രസ് ക്ഷേത്രമായിരിക്കും കോൺഗ്രസ് ഭവൻ. അപ്പോൾ ഹൈക്കമാൻഡ് പറഞ്ഞിട്ടല്ല മാപ്പ് അപേക്ഷിച്ചത് എന്ന് ശിവകുമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡ് പറഞ്ഞിട്ടാണെന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം, വ്യക്തമാണ്. BJP ഇതിനെ വിമർശിച്ചു. ഭാരതമാതാവിനുള്ളൊരു സ്തുതിഗീതം മാത്രമാണ് ഈ RSSന്റെ ഗണഗീതം. അതിന് ഭാരതമാതാവിനെ സ്തുതിച്ചു എന്നുള്ളതിന് എന്തിനാണ് ഈ മാപ്പ് പറയുന്നത്? അത് ഗതികേടാണ്. ഇറ്റലി മാതാവിനെയാണോ ഇനി നമ്മൾ സ്തുതിക്കേണ്ടത്? ഭാരതമാതാവിനെ അല്ലേ? ഇറ്റലിയിൽ നിന്ന് വന്ന മദാമയെയാണോ നമ്മൾ സ്തുതിക്കേണ്ടത്? ഇതിനു പകരം ശിവകുമാർ രാജിവെക്കേണ്ടിയിരുന്നു. ഒരു തരി ആത്മാഭിമാനമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോകണമായിരുന്നു എന്നാണ് BJP പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ ശിവകുമാറിൻ്റെ അവസ്ഥ. ശിവകുമാർ മറ്റേ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും, 2 കൊല്ലം കഴിഞ്ഞാൽ സിദ്ധരാമയ്യ പോവും, അതാണ് ഉപാധി, കണ്ടീഷൻ വെച്ചിട്ടൊക്കെയാണ് ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്നത് എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ ഈ RSSന്റെ ഗണഗീതം പാടിയപ്പോൾ കുറച്ച് ഈ നമ്മുടെ സദ്ഗുരുവിൻ്റെ ഒരു മറ്റേ ശിവരാത്രി ആഘോഷത്തിൽ അമിത്ഷാ പങ്കെടുത്തപ്പോൾ അമിത്ഷായുടെ കൂടെ DK ശിവകുമാറും ഒക്കെ ഉണ്ടായിരുന്നു. DK ശിവകുമാർ മുഖ്യമന്ത്രി ആകാൻ പറ്റാത്തത് കൊണ്ട് BJPയിൽ ചേരുവോ എന്നൊക്കെയുള്ള സംശയമൊക്കെ ഉയർന്ന് കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ RSS ഗണഗീതം ആലപിച്ചത്. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമെങ്കിൽ അതും കൂടി ഇപ്പോൾ കളഞ്ഞു കുളിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സിദ്ധരാമയ്യ ഒന്നുകൂടി ഉറപ്പിച്ചു. അതാണ് പറഞ്ഞ പോലെ പോകാനുള്ള സാധ്യതകളുണ്ടോ DK ശിവകുമാർ BJPക്കോ? അതൊരു
രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ഘട്ടത്തിലാണ് സംഭവിക്കുക. ഇപ്പം അയാൾ കോൺഗ്രസിൻ്റെ ഉപമുഖ്യമന്ത്രിയായിട്ട് അയാൾക്കൊരു സ്ഥാനമുണ്ടല്ലോ. ഇതൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോകുമ്പോൾ അയാൾ തീർച്ചയായും BJPയിലേക്ക് വരും. ഇപ്പം തന്നെ സംസാരിക്കുന്നുണ്ടാവും ഇത്തരം കാര്യങ്ങൾ. അതൊരു ഘട്ടം വരുമല്ലോ. തെരഞ്ഞെടുപ്പിനൊരു മാസം ഉള്ളപ്പോൾ 2 മാസം ഉള്ളപ്പോൾ അപ്പോൾ ഈ പദവി അങ്ങ് പോവുകയാണല്ലോ. ഇപ്പം പദവി ഉള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. വലിയ ക്വാറി ബിസിനസ്സുള്ള ആളാണ് ശിവകുമാർ. ഒരു ദിവസം 300 കോടിയുടെയൊക്കെ കച്ചവടം നടക്കുന്നൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കച്ചവടത്തിന് ഇത്തരം പദവികളും രാഷ്ട്രീയ സ്വാധീനവും ഭരണ സ്വാധീനവും ഉണ്ടല്ലോ, അതൊക്കെ സഹായിക്കും. അപ്പോൾ ഇപ്പോൾ എന്തായാലും BJPയിൽ അടുത്തൊന്നും ചേരാൻ സാധ്യതയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.